ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടിയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ ഫേസിലുള്ള ഈ കാര് നമ്മൾ ഇങ്ങനെ കളയും, അതായത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, കൂടാതെ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വരുന്നത് എന്തുകൊണ്ടാണ്, ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ നാച്ചുറൽ പാക്ക്, അതുപോലെ തന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റും ഇന്ന് കംപ്ലീറ്റ് നമ്മുടെ ഫേസിലുള്ള ഇതുപോലത്തെ ഡെഡ് സെൽസിനെയൊക്കെ കംപ്ലീറ്റ് മാറ്റാനുള്ള പ്രൊഡക്റ്റും എല്ലാം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഇതുപോലത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടുന്നത്, ഏത് ടൈപ്പ് സ്കിന്നിലാണ് കൂടുതൽ നമുക്കിത് കാണപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഓയിലി സ്കിന്നിലും ഓപ്പൺ പോർസ് ഉള്ളവർക്കുമാണ് നമുക്ക് കൂടുതൽ കണ്ടുവരുന്നത്. സെബം പ്രൊഡക്ഷൻ കൂടുതൽ ഉള്ളവരിൽ, അതായത് നമുക്കറിയാം ഓയിലി സ്കിന്നുകാരുടെ സ്കിൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും, അതായത് സെബം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇത് എക്സസൈസ് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ പോർസ് മാക്സിമം ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് ഈ പൊല്യൂഷൻ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഡേർട്സ് എല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അടിഞ്ഞുകൂടാനുള്ള ചാൻസസ് ഒരുപാടാണ്. ആ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇതുപോലെ നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്ത് നോക്കിയാലും പിന്നെയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ നോസിൻ്റെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തണം. ആദ്യം ജങ്ക് ഫുഡ്, ഓയിലി ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സെക്കൻഡ് തിങ്, നമ്മൾ കൂടുതൽ എക്സ്ഫോലിയേഷൻ നമ്മൾ ചെയ്യാതിരിക്കുക, സ്കിന്നിനെ ഇങ്ങനെ തേച്ച് ഉരച്ച്, കാരണം ഓൾറെഡി നമ്മൾ പോർസസ് എല്ലാം തന്നെ ഓപ്പൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും നമ്മുടെ സ്കിന്നിനെ ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഹാർഷായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം എക്സ്ഫോലിയേഷൻ ചെയ്യുക, അതായത് സ്ക്രബൊക്കെ ചെയ്യുക. ഇതൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലംസ് ഉണ്ട് മാക്സിമം. കാരണം നമുക്കിങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിന്നിനെ ഒന്ന് ഒരച്ചൊക്കെ ക്ലിയർ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് മിക്ക ആൾക്കാരും പറയാറുണ്ട്, നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകുന്നുണ്ട് എന്നാലും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പോർസ് ഓപ്പണായി കിടക്കുവാണ്. അപ്പോൾ കാരണം അത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ചിലവർ മോയ്സ്ചറൈസർ പോലും അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ പോർസിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോൺ ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. വരാതിരിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഓയിലി സ്കിന്നുകാർ മാക്സിമം എന്താ പറയുക, നല്ലപോലെ, അതായത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളൊക്കെ മാക്സിമം എപ്പോഴും യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഓപ്പണായിട്ട് വിടരുത്. ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിപ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇതുപോലെ വൈറ്റ് ഹെഡ്സും ഇതൊക്കെ ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത്, നാച്ചുറലായിട്ട് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും പറയും ഇതൊക്കെ നമുക്ക് പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മാറും. അങ്ങനെയൊന്നുമില്ല. പാർലറിൽ പോയിട്ട് നമുക്കൊരു ക്ലീനപ്പ് ചെയ്താൽ പോലും ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനേക്കാളും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് വരുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് നന്നായിട്ട് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റീം കൊടുക്കുക. ഫേസിന് നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്താ പറയുക, ഇതുപോലത്തെ നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായി നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള എന്താ പറയുക ടോക്സിൻസ് എല്ലാം പുറത്ത് തള്ളാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു എക്സ്ഫോലിയേഷൻ കൂടിയാണ്. ബട്ട് ഒത്തിരി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് നമുക്ക് അതുപോലെ ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒന്ന് ആവി പിടിച്ച്
വെച്ചതിന് ശേഷം ഫേസ് ഒന്ന് സ്റ്റീം കൊടുക്കുക, ആവി പിടിക്കുക. അതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു വൃത്തിയുള്ള ടവൽ വെച്ച് ഒന്ന് മാക്സിമം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഹണി, ഇപ്പോൾ നമ്മുടെ നോസിൻ്റെ ചുറ്റുമാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം എങ്കിൽ നമുക്ക് കുറച്ച് ഹണി വെച്ച് ഒന്ന് മൈൽഡായിട്ടൊരു മസാജ് കൊടുക്കുക. ഒരു 3 to 5 minutes മസാജ് കൊടുത്തിട്ട് ഒരു 10 minutesന് കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് അത്രയും തന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് യോഗട്ട് കൂടി എടുക്കുക, തൈരും കൂടി എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഏരിയയിൽ നമുക്ക് എവിടെയാണോ ഈ ഒരു പ്രോബ്ലം ഉള്ളത് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. ദെൻ അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് ക്ലിയർ വാഷ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. എപ്പോൾ നമ്മൾ ചെയ്താലും നമ്മുടെ സ്കിന്നിനെ എപ്പോൾ ഓപ്പൺ ചെയ്ത് വിട്ടാലും നമ്മൾ തിരിച്ച് നമ്മളത് അപ്പം തന്നെ നമ്മളൊന്ന് മോയ്സ്ചർ ചെയ്യുക. അതായത് ടോണർ യൂസ് ചെയ്തിട്ട് മോയ്സ്ചർ ടോൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. എന്തിനാണ് ക്ലെൻസർ എന്തിനാണ് ടോണർ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസസ് എല്ലാം ഓപ്പണായി വരും. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ ക്ലോസ് ആവും. ദെൻ മോയ്സ്ചർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് മിക്ക ആൾക്കാരും ഈ ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്യുമെങ്കിലും അതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ കെയർ ഒന്നും കൊടുക്കില്ല. അതായത് ഒന്ന് ടോണർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എടുക്കുക. ഇതൊന്നും അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിടുവാണ്. അപ്പോൾ നമ്മൾ പോർസ് എങ്ങനെ ഓപ്പണായി കിടക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പുറത്തുനിന്നുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് വലിച്ചു, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് നമുക്കത് അബ്സോർവ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ഇടയ്ക്കൊന്നും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം, മനസ്സിലായി? എന്ന് വെച്ചാൽ ഒത്തിരി ഓവർ എക്സ്ഫോലിയേഷൻ അല്ല, എന്നാലും ഒരു മൈൽഡായിട്ട് നമ്മളൊരു സ്ക്രബൊക്കെ കൊടുക്കാം. അത് വീക്ക്ലി വൺസ് കൊടുക്കുക, എല്ലായ്പ്പോഴും കൊടുക്കണം എന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ 2 പാക്കാണ് പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഒരു ഹണി വെച്ച് മാത്രം ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ യോഗട്ട് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഓട്സ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും സെയിം അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യും. കാരണം അതൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഹണിയും ലൈം ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ സ്റ്റീം കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് സ്റ്റീം കൊടുക്കുക, ചിലവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്റ്റീം കൊടുത്താൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ഫീലാണ് എന്നുണ്ടെങ്കിൽ സ്റ്റീം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റീം എടുക്കേണ്ട. ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതുപോലത്തെ പാക്കുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നോസിൻ്റെ ചുറ്റും ഇത്രയും പ്രശ്നം തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് കുറച്ച് ഹണിയും അതുപോലെ തന്നെ ലൈം ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഹണി എടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് അതിൻ്റെ പകുതി നമുക്ക് ഹണിയും കൂടെ മിക്സ് ചെയ്ത് മറ്റേ ലൈം ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നല്ലപോലെ 2-3 മിനിറ്റ് മസാജ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാക്കുകൾ എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് എന്താ പറയുക നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ കൈകളിലുള്ള നമ്മുടെ കിച്ചണിലുള്ളതും കയ്യിലുള്ളതായിട്ടുള്ള സാധനങ്ങളാണ്. അല്ലാതെ നമുക്ക് ഒരുപാട് മേടിച്ച് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് ഉണ്ടാവും. നമ്മുടെ കാര്യമെല്ലാം പോയി അത് ഫേസിനെ ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമുക്ക് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താവും ഒരിക്കലും നമ്മുടെ സ്കിൻ ഒരു ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ CTM എപ്പോഴും സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ പറയുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. CTM പ്രോപ്പറാക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. CTM പ്രോപ്പറായിട്ട് ചെയ്യുന്നവർക്ക് ആക്ച്വലി ഇതൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുറേയൊക്കെ നമുക്കിത് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ യൂണിസെക്സ് 2 പേർക്കും ചെയ്യാൻ പറ്റുമെന്ന്, മെയിലും ഫീമെയിൽ 2 പേർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അല്ലാതെ ഇതെല്ലാം മെയിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഈ പാക്കുകളെല്ലാം തന്നെ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നമുക്കറിയാം പല നോസ് സ്ട്രിപ്പുകളും നമുക്കിന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയണത് ഒത്തിരി വലിയ പൈസ ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലാണ്, പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എടുത്ത് ഇത് ചാർക്കോൾ മാസ്ക് ആണ് കേട്ടോ. പക്ഷേ ഭയങ്കര റിസൾട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്താം എന്ന് തീരുമാനിക്കാനുള്ള റീസൺ അതാണ്. ഈ ചാർക്കോൾ മാസ്ക്
നമുക്കറിയാം പല പല നമുക്ക് ചാർക്കോൾ ഷീറ്റാണ്. സോ ഇത് ഷീറ്റ് മീൻസ് സ്ട്രിപ്പാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക, വെറ്റായിരിക്കണം. നമ്മളിപ്പോൾ നോസിന് വേണ്ടി മാത്രമുള്ള നോസ് സ്ട്രിപ്പാണ്. സോ ഇത് നോസിൻ്റെ ആ ഒരു ഏരിയ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം നോസിൻ്റെ ഏരിയ കുറച്ച് വെറ്റായിരിക്കണം, നനവുണ്ടാവണം. ആ നനവോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ സ്ട്രിപ്പ് ഒന്ന് ഒട്ടിച്ച് വെക്കാനായിട്ട്. സോ ഇത് ഒട്ടിച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റിന് ശേഷം റിമൂവ് ചെയ്യുമ്പോൾ സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സൂക്ഷിച്ച് പൊട്ടിക്കണം, അല്ലെങ്കിൽ നമുക്കത് അതിനകത്തുനിന്ന് പൊട്ടി വരും. ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ശരിക്കും ഈ ഒരു രീതിയിലാണ്. ഞാനത് എടുത്തിട്ടില്ല, ഞാൻ എടുത്തത് വേറെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. സോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മളുടെ സ്കിന്നിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി ക്ഷമയൊന്നുമില്ല. നമുക്ക് കുറേ സമയം ഇരുന്ന് നമുക്കിപ്പോൾ പാക്കൊക്കെ ഇട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരുങ്ങണം, പെട്ടെന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്ട്രിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുമില്ല, ഇതൊന്നും എടുത്ത് കളയുക, ജസ്റ്റ് ഇങ്ങനെ നോസിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. സോ ഇത് പക്ഷേ പല സ്ട്രിപ്പുകളും ഉണ്ടല്ലോ, നോൺ സ്ട്രിപ്പ് പലതും ഉണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. ഇത് യൂണിസെക്സ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ്, ചാർക്കോളിൻ്റെ സ്ട്രിപ്പാണ്, കമ്പനി നെയിം പറയുന്നില്ല. വേണമെന്നുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കത് ലിങ്ക് ഇട്ട് തരാം കേട്ടോ. ഇത് റിസൾട്ടുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത ആളുടെ അടുത്ത് ഞാൻ യൂസ് ചെയ്യിപ്പിച്ച് ഞാൻ അതിൻ്റെ റിസൾട്ട് മേടിച്ചിട്ടാണ് ഞാൻ ഇത് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ ഒരു റിസൾട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് കേട്ടോ, നോക്കിയേ. ആ നോസിലുള്ള വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് കംപ്ലീറ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഭയങ്കര, ഞാനിത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ഭയങ്കര നെട്ടിപ്പോയി എന്നുള്ളത്. അത്രമാത്രം നമ്മുടെ സ്കിന്നുള്ള എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഇത് നമ്മൾ കൂടുതൽ ഞാൻ കമ്പനി ഒന്നും എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ ആരെങ്കിലും അത് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഇത്രയും കണ്ടോ, ഇത് കംപ്ലീറ്റ് വൈറ്റ് ഹെഡ്സ് ആണ്. ശരിക്കും ഭയങ്കര ഡെഡ് സെൽസ് കംപ്ലീറ്റ് വന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും നമുക്കൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ ഉൾപ്പെടുത്താനുള്ള റീസൺ. പിന്നെ ഞാൻ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും മാക്സിമം റിസൾട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെറിയ പ്രൈസേ ഉള്ളൂ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 100 റുപ്പീസിൻ്റെ അകത്ത് അങ്ങനെ എന്തോ ആണ്. സോ ചെറിയൊരു പ്രൈസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് മേടിക്കാം. സോ വീണ്ടും ഞാൻ കാണിക്കണം, അത്രയും നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും വൈറ്റ് ഹെഡ്സ് ആണ് കേട്ടോ. സോ ഇതിനകത്ത് ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്. സോ അത്രയും നമുക്ക് വന്നു എന്നുള്ളത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ആക്ച്വലി ഇത് ഇങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാനുള്ള റീസൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ എന്തായാലും എല്ലാവരും ആവശ്യമുള്ളവർ, നിങ്ങളുടെ നോസിലൊക്കെ ഇത്രയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ട്, അത് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് കമൻസൊക്കെ ഇടാറുണ്ട്. പ്രൊഡക്റ്റുകളെ കുറിച്ച് വീണ്ടും ഞാൻ കുറേ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുത്ത് തന്നെ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ലിങ്ക് ചിലപ്പോൾ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ടാവും, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ലിങ്ക് അയക്കുള്ളൂ. അപ്പോൾ അത് പറയാം. അപ്പോൾ എല്ലാവരും ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നമൊക്കെ പെട്ടെന്ന് എല്ലാവരുടെയും ക്ലിയർ ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.